വാർത്തകൾ തുടരുന്നു. വർഗീയതയ്ക്കും മതതീവ്രവാദത്തിനും ബാലികാ വിവാഹത്തിനും എതിരെ ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി മതേതര കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ പി.ബി. അനൂപ് ഉദ്ഘാടനം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ ഒരു മതേതര കൂട്ടായ്മ സംഗമം നടക്കുകയാണ്. ആ കൂട്ടായ്മയുടെ സംഗമത്തിന്റെ അനന്തരഫലമായി ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെടാൻ വേണ്ടി പോകുന്നത് ഒരു ജനാധിപത്യ നിരപേക്ഷ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ വിജയം അനിവാര്യമാണെന്നുള്ള രാഷ്ട്രീയ പ്രമേയമായിരിക്കും. എന്നാൽ ഇന്ത്യയിലെ മുഖ്യധാര പാർട്ടികൾ എന്നറിയപ്പെടുന്ന ബി.ജെ.പി. ഹിന്ദുത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഈ കഴിഞ്ഞുപോയ ഞായറാഴ്ച ഇന്ത്യയിലെ വർഗീയ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ബി.ജെ.പിയും ശിവസേനയും ബജരംഗദളും രാമസേനയും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് സംഘപരിവാര ശക്തികൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെയെല്ലാം നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന ആർ.എസ്.എസിന്റെ ഏറ്റവും ഉന്നത അധികാരമായ ബൈഠക്ക് ബ്ലോക്ക് പ്രസിഡന്റ് എൻ.ആർ. ഖാൻ ജൂലിയറ്റ് അധ്യക്ഷനായി. CPIM നാട്ടിക ഏരിയ സെക്രട്ടറി P.M. അഹമ്മദ്, കയ്പമംഗലം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി P.C. മനോജ്, ബ്ലോക്ക് സെക്രട്ടറി P.A. സഗീർ, ട്രഷറർ K.R. രാജേഷ്, മേഖലാ സെക്രട്ടറി P.A. ഷജീർ എന്നിവർ സംസാരിച്ചു. ഓട്ടോ സ്റ്റാൻഡ് വിവാദം ഒരാഴ്ചയ്ക്കകം തീരുമാനം വേണം. ദീർഘനാളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഓട്ടോ സ്റ്റാൻഡ് വിവാദത്തിൽ ഹൈക്കോടതി ഇടപെട്ടതോടെ കാട്ടൂർ പഞ്ചായത്ത് അധികൃതർക്ക് തലവേദന. കോടതി അനുവദിച്ച സമയം നവംബർ 7-ന് അവസാനിക്കാനിരിക്കെ പ്രശ്നത്തിൽ സമവായമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പഞ്ചായത്ത്. നിലവിൽ കാട്ടൂർ സെന്ററിലെ തളിയപ്പാടത്തെ ബിൽഡിംഗിന് മുമ്പിലാണ് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. 60ഓളം ഓട്ടോകൾ സ്റ്റാൻഡിലുണ്ട്. ഇത്രയും ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്നത് നിമിത്തം കെട്ടിടത്തിലെ 18ഓളം കടകളുടെ പ്രവർത്തനം അവതാളത്തിനാണെന്നും ഉടമകൾക്കും ഉപഭോക്താക്കൾക്കും ഇരുചക്രങ്ങളടക്കമുള്ള വാഹനങ്ങൾ നിർത്തിയിടാൻ കഴിയുന്നില്ലെന്നും കാണിച്ച് 6ഓളം കടക്കാർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. ഇതേ തുടർന്ന് PWD അധികൃതർ, RTO, കാട്ടൂർ പോലീസ്, പഞ്ചായത്ത് എന്നിവരോട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയായിരുന്നു. പ്രധാന നിരത്തിൽ നിന്നും ഓട്ടോറിക്ഷകൾ അടക്കമുള്ള വാഹനങ്ങൾ 1.5 മീറ്റർ മാറ്റിയിടണം എന്ന ഹൈക്കോടതി ഉത്തരവ് കൂടി ചൂണ്ടിക്കാണിച്ചാണ് കടയുടമകൾ പരാതി നൽകിയിരുന്നത്. ഇതിനാൽ PWD, RTO തീരുമാനങ്ങൾ കടക്കാർക്ക് അനുകൂലമാണെന്ന് അറിയുന്നു. കാരണം റോഡിലാണ് നിലവിൽ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ 6ഓളം കടകൾക്ക് വേണ്ടി 60ഓളം കുടുംബങ്ങളുടെ ഉപജീവനത്തെ തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. CITU, INTUC, BMS യൂണിയനുകൾ ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. കടകൾക്ക് മുന്നിൽ ഫുട്പാത്ത് ഉള്ളതുകൊണ്ട് പ്രവർത്തനം തടസ്സപ്പെടുന്നില്ലെന്നും പഞ്ചായത്ത് ചട്ടപ്രകാരം പാതയിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചല്ല കെട്ടിടം പണിതിരിക്കുന്നത് എന്നും അവർ വാദിക്കുന്നു. കെട്ടിടത്തിലേക്ക് വഴിക്കുള്ള വിടവിട്ടുകൊണ്ട് ഇരുഭാഗത്തായി പാർക്ക് ചെയ്യാൻ സമ്മതമാണെന്നും ഓട്ടോ തൊഴിലാളികൾ അറിയിച്ചിട്ടുണ്ട്. 35 കൊല്ലം മുമ്പാണ് ഓട്ടോ സ്റ്റാൻഡ് നിലവിൽ വന്നിട്ടുള്ളത്. 2 പതിറ്റാണ്ട് മുൻപ് കെട്ടിടം പണിയുമ്പോൾ ഓട്ടോ സ്റ്റാൻഡ് കണ്ടില്ലേ എന്നാണ് അവരുടെ ചോദ്യം. കടക്കാരും ഓട്ടോ തൊഴിലാളികളും ഇരുചേരിയിലായതാണ് പഞ്ചായത്തിനെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇരുകൂട്ടരുമായും ചർച്ച നടത്തിയ ശേഷം പഞ്ചായത്ത് മുന്നോട്ട് വെച്ച നിർദ്ദേശം ഓട്ടോ തൊഴിലാളികൾ തള്ളിയിരിക്കുകയാണ്. കെട്ടിടത്തിന്റെ ഇരുഭാഗത്തായി 7 വീതം ഓട്ടോറിക്ഷകൾ ഇടുകയും 4-5 ഓട്ടോറിക്ഷകൾ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുന്നിലും ബാക്കിയുള്ളവ സെന്ററിലെ ബാറിന്റെ എതിർഭാഗത്തും പാർക്ക് ചെയ്യണമെന്നായിരുന്നു പഞ്ചായത്ത് നിർദ്ദേശം. എന്നാൽ ബാറിന് സമീപത്ത് വൈകിട്ടായാൽ വഴക്കും ബഹളവും പതിവാണെന്നും ഈ ഭാഗത്ത് വന്ന് യാത്രക്കാർ ഓട്ടോ വിളിക്കില്ലെന്നും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. പുതിയ സ്റ്റാൻഡ് കണ്ടെത്തുന്നതിനായി പോലീസ് സ്റ്റേഷന് സമീപത്ത് സ്ഥലം വാങ്ങാൻ പഞ്ചായത്ത് ആലോചിച്ചിരുന്നു. ഇതിന് 10 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. സ്വന്തമായി ഫണ്ടില്ലാത്ത പഞ്ചായത്തിന് പ്ലാൻ ഫണ്ടിൽ നിന്ന് ഇതിന് തുക കണ്ടെത്താൻ കഴിയില്ല. കടക്കാരും ഓട്ടോ തൊഴിലാളികളും നാട്ടുകാരും സഹകരിച്ചെങ്കിലേ പ്രശ്നത്തിന് പരിഹാരമാവൂ. കാട്ടൂർ സെന്ററിലെ തിരക്ക് പിടിച്ച പൊതുനിരത്തിൽ വളവിലാണ് ഓട്ടോകൾ പാർക്ക് ചെയ്യുന്നത്. ഇത് ട്രാഫിക് കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാവുന്നുണ്ട്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധം എങ്ങനെ പ്രശ്നം പരിഹരിക്കുമെന്ന് ആലോചിക്കാൻ നവംബർ 5-ന് പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരുന്നുണ്ട്. കാട്ടൂരിലെ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ എല്ലാവരും സഹകരിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രൻ അഭ്യർത്ഥിച്ചു.
വലപ്പാട് ഉപജില്ല ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ IT മേളയിൽ എല്ലാ വിഭാഗങ്ങളിലും എടത്തിരുത്തി സെന്റ് ആൻസ് മികച്ച വിജയം കരസ്ഥമാക്കി. സയൻസ്, സാമൂഹ്യശാസ്ത്രം, ഗണിതം, പ്രവൃത്തി പരിചയം IT മേഖലകളിൽ സ്കൂളിന് 1ാം സമ്മാനം തന്നെ ലഭിച്ചു. മേളയിൽ പങ്കെടുത്ത് വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രധാനാധ്യാപിക സിസ്റ്റർ മീറ, PTA പ്രസിഡന്റ് വിൽസൺ അറക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് അനുമോദിച്ചു. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് വലപ്പാട് ഹെഡ് ഓഫീസിലെ ജീവനക്കാർ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ബാങ്ക് പ്രസിഡന്റ് CK അബ്ദുൾ മജീദ് വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തി. വൈസ് പ്രസിഡന്റ് KA ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ KA വിശ്വംഭരൻ, MC ശശിധരൻ, MK ഫൽഗുണൻ തുടങ്ങിയവരും ബാങ്ക് ജീവനക്കാരും പങ്കെടുത്തു. ബാങ്ക് കെട്ടിടത്തിന് സമീപത്തെ 40 സെന്റ് സ്ഥലത്തിൽ റോബസ്റ്റ്, പൂവൻ, നേന്ത്രൻ എന്നീ വാഴകളും മരച്ചീനി, പയർ, ചെന്തെങ്ങ് തുടങ്ങിയവയും ബാങ്ക് ജീവനക്കാരുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. വലപ്പാട് ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ LP, UP വിഭാഗത്തിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിൽ നേടി നാട്ടിക വെസ്റ്റ് KMUP സ്കൂൾ ജേതാക്കളായി. UP വിഭാഗം എക്സിബിഷൻ മത്സരത്തിൽ ഏറ്റവും നല്ല സ്കൂളിനുള്ള ട്രോഫിക്കും നാട്ടിക വെസ്റ്റ് KMUP സ്കൂൾ അർഹരായി. സാമൂഹ്യശാസ്ത്രമേളയിൽ LP വിഭാഗത്തിൽ 3ാം സ്ഥാനവും നേടി. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് വിദ്യാർത്ഥികൾ പ്രകടനം നടത്തി. ചേർപ്പ് ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനവും സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനവും താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല ടീച്ചർ നിർവഹിച്ചു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ഭാരവാഹിയായ CT ജോസ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് AEO മദനമോഹൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ സദാനന്ദൻ, താന്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR മുരളീധരൻ, PTA പ്രസിഡന്റ് PC ശ്രീദേവി, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ സന്നിഹിതരായി. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിഞ്ഞനം വില്ലേജ് ഓഫീസിൽ മോഷണം. വെട്ടുകല്ല് നൽകാമെന്ന് പറഞ്ഞ് കയ്പമംഗലം സ്വദേശിയിൽ നിന്ന് 40 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാളെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. വർഗീയതയ്ക്കും മതതീവ്രവാദത്തിനുമെതിരെ DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതേതര കൂട്ടായ്മ സംഘടിപ്പിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.